ഇടത് നിരീക്ഷകൻ അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഐസൺ, നമുക്ക് ഇത്രയും നേരം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ, അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലേത് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഐസൺ ജോസ്. അതെ, കേരളത്തിൽ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ബൽദേവിന് കേൾക്കാൻ സാധിക്കുന്നു? അഡ്വക്കേറ്റ് ബൽദേവ് കേൾക്കാം. ഓക്കെ, നേരിട്ട് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അല്പസമയം മുമ്പാണ് വസന്ത്, നമ്മൾ നേരത്തെ പ്രതികരിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധി, പറഞ്ഞത് വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ നിലനിൽക്കുന്നു. അതിൻ്റെ കൃത്യമായൊരു ചിത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് നമുക്കറിയാവുന്നതാണ്. പാലക്കാട് നിങ്ങൾ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. വയനാട് വൻ ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ചേലക്കരയിലുള്ള ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് വന്നിരിക്കുന്നു. അതായത് പകുതിയിൽ താഴെ പോയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആലോചിക്കേണ്ടത്, നേരത്തെ അവിടെ പ്രതിനിധാനം ചെയ്തിരുന്ന UR പ്രദീപ് വീണ്ടും തെരഞ്ഞെടുപ്പിന് വന്ന സാഹചര്യത്തിൽ കൂടിയായിട്ടും ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായി നേരിടാൻ സാധിച്ചില്ലെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ഏതാണ്ട് ചിത്രത്തിൻ്റെ ഒരു രൂപവും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ വിലയിരുത്തുന്നത്, കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പുകളെ? കോടതിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സ്റ്റേറ്റസ് കോ എന്ന് പറയും. നിലവിലുള്ള സ്ഥിതി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ നാം തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള സ്ഥിതി നിലനിർത്തുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം കൂടിയെങ്കിലും BJP സഖ്യം നിലനിർത്തി, JMM ഇന്ത്യ സഖ്യം നിലനിർത്തി. കേരളത്തിൽ അതാത് സീറ്റുകൾ, പാലക്കാട് UDF, ചേലക്കരയിൽ LDF, വയനാട് UDF ഇങ്ങനെ നിലനിർത്തി. പക്ഷെ പല ഏറ്റക്കുറച്ചിലുകളുണ്ട്. മഹാരാഷ്ട്രയിൽ അവർ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചു. ഞങ്ങളും അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ചത്രയും രീതിയിൽ അവിടെ ഉയരാൻ കഴിഞ്ഞില്ല. അതിന് മറ്റൊരു ദോഷം കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവ് ശരത് പവാർ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. അവിടെ ഉണ്ടായ പരാജയം, നേരത്തെ ഡോക്ടർ ഗോകുമാർ പറഞ്ഞതുപോലെ, ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായിട്ട് നമ്മൾ കാണുന്ന മഹാരാഷ്ട്രയിൽ, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ജനങ്ങൾ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ദേശീയ തലത്തിൽ ഒരു മുന്നണിക്ക് അനുകൂലമായിട്ട് മുന്നണി വരണം. മഹാരാഷ്ട്രയിലെ വ്യവസായത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന പുരോഗതിക്ക് വേണ്ടി. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ആൾക്കാർ തൊഴിൽ നേടി മഹാരാഷ്ട്രയിലേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വിദ്യാഭ്യാസമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്നു, വ്യാവസായികമായിട്ട് മുന്നിൽ നിൽക്കുന്നു, കാർഷികമായിട്ടും വളരെ മുന്നിലാണ് വിദർഭയൊക്കെ. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിരിക്കാം. ഇനി നമുക്ക് വിദേശ മറ്റു സംസ്ഥാനങ്ങളിൽ പോകാതെ കേരളത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് UDF നിലനിർത്തി ഞങ്ങളവിടെ പരാജയപ്പെട്ടു. പക്ഷെ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഇവിടെ ഇരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. 2021 തെരഞ്ഞെടുപ്പിൽ ഈ 3 സ്ഥാനാർത്ഥികൾക്ക് കൂടെ കിട്ടിയത് 1,40,732 വോട്ടാണ്. UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി. 1,40,732. അന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് 54,079 വോട്ട് കിട്ടി. ഇപ്പോൾ 58,389, ഏകദേശം 4,000 വോട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചത്. ഈ ശ്രീധരൻ അദ്ദേഹം വ്യക്തിപരമായി കുറെ വോട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. 50,200 വോട്ട് കിട്ടി. BJPക്ക് ദയനീയമായിട്ട് കുറഞ്ഞു 39,549. ഞങ്ങൾക്ക് അന്ന് അവിടെ കിട്ടിയത് 36,433 വോട്ടാണ്. അതായത് 1,40,732 വോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 36,433. ഇപ്പോഴെത്ര എന്നറിയോ വോട്ട് 3 പാർട്ടിക്കൂടെ? ഇപ്പോൾ 3 പാർട്ടിക്കൂടെ കിട്ടിയത് 1,35,221 വോട്ടാണ്. അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ 5,000 വോട്ട് കുറച്ചാണ് ഈ 3 പാർട്ടികൾ കൂടെ കിട്ടിയത്. പക്ഷെ ഞങ്ങളുടെ വോട്ട് എത്ര? 36,433 വോട്ട് കിട്ടിയെടുത്ത് 37,293 വോട്ട്. അതായത് 1,000 ചില്ലാൻ വോട്ട് ഞങ്ങൾക്ക് കൂടി. പാലക്കാട് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുകയായിരുന്നു. കോൺഗ്രസിന് 4,000 വോട്ടാണ് വർദ്ധിച്ചത്. ഭൂരിപക്ഷം 18,000 എങ്കിലും വർദ്ധിച്ചത് 4,000 വോട്ടാണ്. BJPക്ക് 10,000 ചില്ലാൻ വോട്ട് കുറഞ്ഞു. അത് BJPയുടെ വോട്ട് അല്ലാതെ നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം. ശ്രീധരൻ എന്ന വ്യക്തി പിടിച്ച കുറെ അധികം വോട്ടുകളുണ്ട്. അത് BJP കിട്ടണമെന്നല്ല. BJPക്ക് അവിടെ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ 39,000 40,000 അവരുടെ പല റേഞ്ചുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയ വോട്ട് 5,000 കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 1,000 ചില്ലാൻ വോട്ട് കൂടിയതും. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത്, ഈ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇത്രയും കൂടി? ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 5,000 വോട്ട് മൊത്തത്തിൽ കൂടിയപ്പോൾ ഞങ്ങൾക്ക് 1,000 വോട്ട് കൂടി. അപ്പോൾ ആന്റി ഇൻകംബൻസി പാലക്കാട്ട് ബാധകമല്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയാണ് ചെയ്തത്. അതേ ഇക്വേഷൻ ചേലക്കരയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് വരികയാണ്. ചേലക്കരയിൽ ശരിയാണ്. ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് വളരെ കൂടുതൽ ശക്തിയുള്ള ഒരു സ്വാധീനമുള്ള മേഖലയാണ്. അതിനകത്ത് കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി നമ്മൾ 38,000 വോട്ടിന്റെ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിനേക്കാൾ ഒരുപാട് ഭൂരിപക്ഷം കുറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ അവിടുത്തെ ഒരു കാര്യം, നീ നേരത്തെ പറഞ്ഞതുപോലെ ചേലക്കര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കുത്തകയൊന്നുമല്ല. 126 MLA മാര് കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മുതലുള്ള മണ്ഡലമാണ് ചേലക്കര. 5 പ്രാവശ്യം UDF ജയിച്ചിട്ടുണ്ട്.
ഒരു പ്രാവശ്യം 21,000 വോട്ട്, അതായിരുന്നു ഏറ്റവും വലിയ ഭൂരിപക്ഷം. അങ്ങനെയൊക്കെയുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ചേലക്കര. അതിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പായിട്ട് ഇടതുപക്ഷം സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇടതുപക്ഷം കുത്തക മണ്ഡലമല്ല, അവിടെ UDF പല പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് UDF മണ്ഡലം. അപ്പൊ അത് പക്ഷെ അത് പിന്നീട് ഇപ്പൊ മാറി വന്നു, ഇപ്പൊ സ്ഥിരമായിട്ട് ഇടതുപക്ഷം അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ശരിയാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഭൂരിപക്ഷം. അതിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഗോകുമാരൊക്കെ പറഞ്ഞല്ലോ, ഒരു ഇലക്ഷനെ സംബന്ധിച്ച് പല കാര്യങ്ങളാണ്. ഒന്ന് പ്രാദേശിക പ്രശ്നങ്ങൾ, സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോടുള്ള ആന്റി ഇൻക്യുംബൻസി, അതൊക്കെ ഉണ്ടാകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ BJP-കാരെന്നെ പലരും പറയുന്നുണ്ട്, എന്താ പാലക്കാട്ട് ഇപ്പൊ തന്നെ ഇന്ന് ഇപ്പൊ വീട്ടിൽ എന്റെ സുഹൃത്തുക്കൾ എന്റെ ഒരു പുറത്തിരിപ്പുണ്ട്, BJP-യുടെ ആവശ്യമായിട്ട് വന്നതാണ്. അവർ അവിടെ പറഞ്ഞു വേറെ സ്ഥാനാർത്ഥികളായിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടാൻ കഴിയും. അത് അവരുടെ അഭിപ്രായമാണ്, അവരുടെ ഗ്രൂപ്പൊക്കെ ആയിരിക്കാം. നമ്മളതിൽ കടക്കേണ്ട, അല്ലാതെ BJP-യുടെ ആഭ്യന്തര പ്രശ്നമാണ്. തന്നെ വെച്ച് രാധാകൃഷ്ണനോടൊപ്പം വ്യക്തിത്വമുള്ള സ്ഥാനാർത്ഥിയല്ല ഇപ്പോൾ അവിടെ നിന്ന് UR പ്രദീപ്. പിന്നെ ആന്റി ഇൻക്യുംബൻസി ഉണ്ട്. കാര്യം ശ്രീധരൻ പിടിച്ച വോട്ട് ഇപ്പോൾ പിടിക്കാൻ പറ്റും. അതിനേക്കാൾ അനുകൂലമായ ഘടകങ്ങൾ BJP-ക്ക് ഇപ്പോൾ ഉണ്ട്. ശ്രീധരൻ മത്സരിക്കുമ്പോഴുള്ളതിനേക്കാൾ അനുകൂലമായ ഘടകമുണ്ട്. അപ്പൊ ശ്രീധരൻ എന്ന വ്യക്തിക്ക് കുറെ വോട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, അത് BJP-യുടെ വോട്ടല്ല. സുരേഷ് ഗോപി എന്ന വ്യക്തികൾക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അക്സെപ്റ്റൻസ്, പബ്ലിക് അക്സെപ്റ്റൻസ് എന്നാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ അതിന് പറയുന്നത്. പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത. ആ വ്യക്തിക്ക് ഒരിക്കൽ രാജഗോപാൽ ജയിച്ചു. അപ്പം വ്യക്തികൾക്കൊരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത രാഷ്ട്രീയത്തിലേക്ക് ഒത്തിരി ഉപരിയായിട്ടും വരും. ആ ഉപരിയായിട്ട് വരുമ്പോൾ ആ വ്യക്തിത്വത്തിന് ആ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം ഉണ്ടാകും. ചേലക്കരയിൽ കണ്ടത് രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്കുള്ള ആ ഒരു അക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും UR പ്രദീപിനില്ല. അദ്ദേഹം മാറിക്കൊടുത്ത് മത്സരിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാകാം. അപ്പൊ അതിന് അങ്ങനെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകാം. പിന്നെ പാലക്കാടാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത്. ഇന്നലെ വരെ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെ വന്നത് BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. യഥാർത്ഥത്തിൽ അതിനകത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തും അങ്കലാപ്പുണ്ടായിരുന്നു, LDF-ന്റെ ഭാഗത്തും അങ്കലാപ്പുണ്ടായിരുന്നു. ഇന്ന് എണ്ണി തുടങ്ങിയപ്പോൾ പാലക്കാട്, അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പൽ ഏരിയയാണ്. അവിടെ തന്നെ BJP-യുടെ പരമ്പരാഗത വോട്ടുകൾ, BJP കുടുംബങ്ങൾ നിരവധി ഉണ്ട് അവിടെ അവർക്ക് വോട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് അവിടെ വോട്ട് കുറഞ്ഞ എങ്ങനെ ആന്റി ഇൻക്യുംബൻസി ആണോ? കേന്ദ്രം ഭരിക്കുന്നതിന്റെ ആന്റി ഇൻക്യുംബൻസി നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക് ഇലക്ഷൻ വരാറില്ല. അപ്പൊ തീർച്ചയായിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജനങ്ങൾ വോട്ട് മാറി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു പരാജയവുമില്ല. കാരണം ചേലക്കര ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ, പാലക്കാട് ഞങ്ങളുടെ വോട്ട് കുറയുകയും BJP ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് ഞങ്ങൾക്കൊരു പരാജയമായിരുന്നു. പാലക്കാട് ഞങ്ങൾക്ക് നേരത്തേക്കാൾ വോട്ട് വർദ്ധിച്ചു. ചേലക്കരയിൽ ഈ കണക്ക് പറഞ്ഞ് ബലദേവ് ഈ ഇടതുപക്ഷത്തിന് നഷ്ടമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കേരളത്തിൽ നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പരിശോധിക്കണം. വയനാട് ഇന്നേ വരെ LDF-ന് ഇല്ലാത്ത അത്ര വോട്ട് തകർച്ചയാണ് വയനാട്ടിൽ ഉണ്ടായത്. എല്ലാ കാലത്തും ഈ ഇന്ത്യ സഖ്യം കേരളത്തിന്റെ അതിർത്തി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനൊപ്പം അല്ലേ ഒന്നിച്ച് മത്സരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഒന്നിച്ച് നിൽക്കുന്നു, ജാർഖണ്ഡിൽ ഒന്നിച്ച് നിൽക്കുന്നു. പിന്നെന്തിന് വയനാട്ടിലൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ ഒരു ടൂറിന് വരുന്ന പോലെ വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്ന പ്രിയങ്ക വാദ്രയ്ക്കാണ് 65% ആളുകളും വോട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ്? ഇവിടെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി, പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി അവിടെ മത്സരിക്കുന്നു. ഇന്നേ വരെ ഇത്രയധികം വോട്ട് തകർച്ച അവിടെ വയനാട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ജനങ്ങൾ എതിരല്ല, ജനങ്ങൾ എതിരായി ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ബലദേവ്? ഇവിടെ തുടക്കത്തിൽ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറയേണ്ട ശ്രീ ഗോകുമാർ പറഞ്ഞല്ല ഒരു ഉത്തരം. ഒരു എലക്ഷൻ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം വളരെ വലുതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വ്യക്തിത്വത്തിൽ ഞങ്ങൾ കുറച്ചൊന്നും കാണുന്നൊന്നുമില്ല. രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഞങ്ങൾ ശരിയാണ്, കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ അവതാരകനോട്, ഈ BJP മുന്നണിയിൽ എത്രയോ പാർട്ടികൾ പ്രാദേശികമായിട്ട് പഞ്ചാബ് ഉൾപ്പെടെ എതിർത്ത് മത്സരിക്കുന്നു, എവിടെയെല്ലാം മാറി മാറി നിൽക്കുന്നു. BJP മുന്നണിയിൽ ദേശീയ തലത്തിലുള്ള എല്ലാ മുന്നണിയിലും പ്രാദേശികമായിട്ട് ഒരുമിച്ചിരിക്കുകയാണ്. പല പാർട്ടികളും പ്രാദേശികമായിട്ട് മാറി മത്സരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യ മുന്നണിയിൽ മാത്രമല്ല, പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും മാറി മത്സരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ മാറി മത്സരിക്കുന്നു, പല സ്റ്റേറ്റുകളിലും മാറി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആരും കാണണമെന്നില്ല. തീർച്ചയായിട്ടും ഒരു വ്യക്തി, പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തി വന്നപ്പോൾ ഒരു മറിച്ച് ചോദിച്ചോട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ആര് നിന്നാൽ ഈ 4 ലക്ഷം പോയിട്ട് അതിന്റെ അടുത്ത കാണും ഭൂരിപക്ഷം വരും, 2 ലക്ഷം വരും, വരുത്തില്ല. അപ്പോൾ ദേശീയ തലത്തിൽ നെഹ്റു കുടുംബത്തോടോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോടോ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിധേയത്വം. പിന്നെ ടൂർ വന്നു പോയി എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളോട് ചോദിക്കണം, അവരെ മണ്ടന്മാരാക്കിയാണ്, അവരെ കേൾക്കരുത് വാക്ക്. കാരണം വയനാട്ടിലെ ജനങ്ങൾ അത്രയും മണ്ടന്മാരാണെന്ന് തോന്നിപ്പോ 4 ലക്ഷം വോട്ട് ഒരു ടൂർ വന്ന പ്രിയങ്ക ഗാന്ധിക്ക് എന്തിനാ വോട്ട് കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ചോദിക്കേണ്ടതിൽ മറുപടി ഒരു പക്ഷേ വയനാട്ടിലെ ജനങ്ങൾ പറയും. കാര്യം അത്രയും മണ്ടന്മാരാണ് ഒരു ടൂർ വന്ന ആളിന് ഇത്രയും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കാറുണ്ട്. അത് ഞാനും അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്.
എന്തായാലും അവതാരം തന്നെ ചോദിച്ചു, അതിന് മറുപടി വയനാട്ടിലെ ജനങ്ങൾ പറയട്ടെ. അവരത്ര മണ്ടന്മാരാണ് അത് ചെയ്തതെങ്കിൽ അതിന് എനിക്ക് മറുപടിയില്ല. അപ്പൊ ഇതിന് തുടക്കത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വയനാട്ടിൽ വോട്ട് കുറഞ്ഞു. വയനാട്ടിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമുള്ള മണ്ഡലമല്ലല്ലോ. കഴിഞ്ഞ നേരത്തെയും രാഹുൽ ഗാന്ധിക്ക് 4 ലക്ഷം ചില്ലാനം വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ അല്പം 4 ലക്ഷത്തിന് താഴെ കുറഞ്ഞു. ഇപ്പോഴും അവർക്ക് 4 ലക്ഷം ചില്ലാനം ഭൂരിപക്ഷം കിട്ടി. അതിന് ഇവിടുത്തെ ജനം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുന്നുണ്ട്. കാര്യം എന്താ, കേരളത്തിൽ അത് നോക്കുന്നില്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് വയനാട് മണ്ഡലത്തിന് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് അങ്ങേയറ്റം മാറ്റേകുന്ന ഒരു വിജയമാണ്. ഞങ്ങൾ അവർക്ക് കേരളത്തിനെതിരെ പ്രവർത്തിച്ചുവെങ്കിലും ദേശീയ തലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. അവർക്ക് 4 ലക്ഷത്തിൽ വോട്ട് അതിനകത്ത് വിജയത്തൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നു. വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചു. അതെ, ബലദേവ് സച്ചിദാനന്ദൻ പറയുന്ന ഈ അഭിപ്രായം കേരള ജനത അംഗീകരിച്ചു. അവിടെ ദേശീയ തലത്തിൽ അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസുമായി സഖ്യമുണ്ട്. അപ്പോൾ കേരളത്തിലും ജനങ്ങൾ അംഗീകരിച്ചു. വയനാട്ടിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, ഏറെ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ കൃത്യമായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു നേതാവിന് വോട്ട് ചെയ്താൽ പോരെ, എന്തിനാണ് രണ്ടായി വോട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് അവർ ഒന്നിച്ച് ഭൂരിപക്ഷം ആളുകളും അങ്ങോട്ടേക്ക് വോട്ട് ചെയ്തു. അവർ മണ്ടന്മാരായതുകൊണ്ടല്ല, മിടുക്കരായതുകൊണ്ടാണ് അങ്ങനെ വോട്ട് ചെയ്തത്.